നേർക്കാഴ്ചയായി അർജുന്റെ അവശേഷിപ്പുകൾ. മകനായി വാങ്ങിയ ലോറിയുടെ മാതൃകയിലുള്ള കളിപ്പാട്ടങ്ങളും ഫോണുകളും കണ്ടെത്തി. ഗംഗാവലിപ്പുഴയിൽ നിന്ന് ലോറി പൂർണ്ണമായും പുറത്തെടുത്തു. ക്യാബിനുള്ളിൽ കൂടുതൽ അസ്ഥികൾ. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ADGPക്കെതിരെയും അന്വേഷണത്തിന് ശുപാർശ. DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും ആഭ്യന്തര സെക്രട്ടറി. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആണ് ADGP ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത്. ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ ADGP നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത്. പാർട്ടിക്ക് കീഴടങ്ങില്ലെന്ന സൂചനയുമായി PV അൻവർ. വിധേയത്വത്തിനപ്പുറം ഓരോ മനുഷ്യനും ആത്മാഭിമാനമുണ്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ്. ആത്മാഭിമാനം തനിക്ക് കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീതിയാവുക എന്ന് ഓർമ്മപ്പെടുത്തൽ. വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുമെന്നും അൻവർ. നടിയെ ആക്രമിച്ച കേസിൽ 2ാം ഘട്ട വിചാരണ തുടങ്ങി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായി നടൻ ദിലീപ്. 1ാം പ്രതി പൾസർ സുനി അടക്കം 12 പ്രതികളും കോടതിയിൽ. പ്രതികളെ കേട്ട് കോടതി. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് അന്വേഷണ സംഘം. തീരുമാനം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് ജാമ്യ ഹർജിയിൽ സിദ്ദിഖ്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും ആവശ്യം. സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വിമർശനവുമായി CPI മുഖപ്പത്ത്. അർജുന്റെ ലോറിയുടെ ക്യാബിൻ പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ നിരവധി വസ്തുക്കൾ കണ്ടെത്തി. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന്റെ പ്രതികരണങ്ങളിലേക്ക്. ഈ ലോറി എന്ന് പറഞ്ഞത് അവൻ്റെ തന്നെ ആയിരുന്നു ലോറി. അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അർജുൻ അത് അത്രയും ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രം അത് വണ്ടിയിൽ വെക്കുന്ന ഒരു കളിപ്പാട്ടം തന്നെയായിരുന്നു. ഒരു അലങ്കാര വസ്തുവായിട്ട് വെക്കുന്ന ഒരു കളിപ്പാട്ടം തന്നെയായിരുന്നു അത്. ക്യാബിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു മനസ്സിലാവുന്നു. എപ്പോഴും ആ ഡാഷ്ബോർഡിൽ അതങ്ങനെ